ഫംഗ്ഷൻ ഇൻ പ്രോഗ്രാമിംഗ് അതൊരു വലിയ കൺസെപ്റ്റാണ്. ഒരു ബിഗിനർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ് ഫംഗ്ഷൻ എന്താണെന്ന്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രിന്റ്, ടൈപ്പ്. ഇപ്പം പൈത്തണൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. പ്രിന്റ് ഫംഗ്ഷൻ, ടൈപ്പ് ഫംഗ്ഷൻ. ഇപ്പം ഇതെന്താണ് ഈ പ്രിന്റ് ഫംഗ്ഷനും ടൈപ്പ് ഫംഗ്ഷനും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഫംഗ്ഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യം വേരിയബിൾ, മറ്റേ ഡാറ്റ ടൈപ്പ്, ഈഫ് കണ്ടീഷൻസ്, ലൂപ്പ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫംഗ്ഷൻ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന പ്രിന്റ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? അതൊരു വലിയ വേർഡാണ്, അല്ലെങ്കിൽ വലിയൊരു ഏരിയ ആണ് പ്രോഗ്രാമിംഗിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ബിഗിനർക്ക്, ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ആദ്യം പറയാം. അതായത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം റിപ്പീറ്റഡ്ലി ചെയ്യണം. അതായത് ഒരേ പ്രോസസ്സ് റിപ്പീറ്റഡ്ലി നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തുണി അലക്കുക എന്നുള്ളൊരു ജോബ്. അപ്പോൾ നമ്മൾ ആ തുണി അലക്കൽ എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് റിപ്പീറ്റഡ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിസ്റ്റമാണ് ശരിക്കും പറയുന്നത് വാഷിംഗ് മെഷീൻ. അപ്പോൾ ആ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇൻപുട്സ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. എന്താ ഇൻപുട്സ് എന്ന് പറയുന്നത്? നമ്മുടെ തുണി, വെള്ളം, പൗഡർ, ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ പവർ ഓൺ ചെയ്യുന്നു, അതായത് അതിനെ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും, അത് വർക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു തരും. അതായത് ഈ ഒരു രീതിയിൽ സിസ്റ്റമൈസ് ചെയ്യാണ് നമ്മളതിനെ. ഇതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കോഡ് എഴുതണം. ആ കോഡിനെ നമ്മളൊരു ബണ്ടിൽ ഓഫ് കോഡ് ആക്കിയിട്ട്, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ഒരു ബണ്ടിൽ ഓഫ് കോഡ് ആക്കിയിട്ട് നമ്മൾ മാറ്റി അവിടെ വെക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണ്ടെങ്കിലും ആ സാധനത്തിന് ആക്സസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നു, അത് റൺ ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തിരിച്ചു തരും. ഇതാണ് ഫംഗ്ഷൻ. കുറച്ച് ഇൻപുട്ട് എടുക്കുന്നു, ആ ഇൻപുട്ട് ആ സെറ്റ് ഓഫ് കോഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു, അത് വർക്ക് ചെയ്യുന്നു, അത് തിരിച്ചു തരുന്നു. നമ്മൾ എപ്പോഴും ഈ കോഡ് എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമുക്കതൊരു ഫംഗ്ഷൻ ആക്കി മാറ്റാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. നമ്മളല്ലാതെ ഉണ്ടാക്കുന്നത്, നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. അതുപോലെയുള്ള പ്രോഗ്രാമിംഗിലെ ഫംഗ്ഷൻസ് ആണ് ഈ പ്രിന്റ്, ടൈപ്പ് ഒക്കെ. അതിനുള്ളിൽ എന്താ കോഡ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയില്ല, ജസ്റ്റ് യൂസ് ചെയ്യുന്നു. പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ആവും, ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് പ്രിന്റ് ആവും. ഇതുപോലെ. ഇനി നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വേണ്ട, നമുക്ക് നമ്മുടേതായ ഫംഗ്ഷൻ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരു മെഷീൻ കണ്ടുപിടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അവൈലബിൾ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെതായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ വേണം. അപ്പോൾ ഞാൻ അതിൻ്റെതായ ഒരു വാഷിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ലോജിക്കും അതിന്റെ പ്രവർത്തന തത്വങ്ങളും ഒക്കെ പഠിച്ച് ഞാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ തന്നെ കോഡ് എഴുതി ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് എന്ത് വിളിക്കുക, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിന്റ്, ടൈപ്പ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. പൈത്തൺ നമുക്ക് തരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇതാണ് ഫംഗ്ഷൻസിന്റെ ഒരു ഓവറോൾ ഐഡിയ.